ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചീനി മേടിച്ച് ചീനിയും കരുവാടും തട്ടാന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് പപ്പ, എൻ്റെ അമ്മായിയപ്പനാണ്, എന്നാലും അതുക്കും മേലെയാണ്. അപ്പോൾ ചീനി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പാചകത്തിൻ്റെ പരിപാടിയെല്ലാം പപ്പയാണ് ചെയ്യുന്നത്. ചീനി വേവിക്കുന്ന മാത്രം, ബാക്കി അമ്മച്ചിയും എല്ലാവരുമായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് സാധനം വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല ആക്റ്റീവാണ്. കരുവാടാണ്. ഇച്ചിരി മുളകൊക്കെ പുരട്ടി നമ്മൾ വറുത്തെടുക്കുവാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചീനിയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചു. ഇത് പുളിമുളക്. കണ്ടപ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ ഒരു പൊളിക്കണം ഇത് വെച്ച്. അപ്പോൾ കരുവാടൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എന്താ കുഞ്ഞമ്മയാണ് കരുവാടിൻ്റെ ആൾ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് മൊത്തത്തിൽ റൗണ്ടിനിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ പപ്പ ഇതെല്ലാം കൊണ്ട് തട്ടി. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും റൗണ്ടിനിരിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ട്. ആൻറ്റിമാരുണ്ട്, മാമന്മാരുണ്ട്, അമ്മച്ചി, പപ്പ, കുട്ടീസ് എല്ലാം ഉണ്ട്. അമ്മൂസുണ്ട്, ഡിയോണുണ്ട്, യുവാനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും റൗണ്ടിന് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് മാമനാണ്, ആയിരിക്കുന്ന വല്യമ്മ, അത് ആൻറ്റിമാർ, അമ്മച്ചി, ആൻറ്റിമാരുടെ മക്കൾ, വല്യമ്മച്ചിയുടെ മോള്, എല്ലാവരും ഉണ്ട്. ഇത് പിന്നെ ഞാൻ പുറകിൽ ഡിയോൺ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൺഡേ നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് ചിരിച്ചും കളിച്ചും ഒരു ഞായറാഴ്ച അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ചീനിയൊക്കെ കഴിച്ച് ഒരു ഞായറാഴ്ച ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ഫാമിലിയെല്ലാം ഹാപ്പിയാണ്. പുള്ളിക്കാരിയാണ് എൻ്റെ വൈഫ്. ഇത് നമ്മുടെ കൊച്ചുപ്പ. അപ്പോൾ എല്ലാവരും നല്ല ഒത്തൊരുമയുള്ള ആളുകളാണ്. മനസ്സിന് കളങ്കമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കാൻ ഒരവസരം കിട്ടി. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഞാനിതുവരെ ജോയിൻ ചെയ്തില്ല, ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ കഥയല്ല ജീവിതം, ഒരു പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെ പരിപാടിയെല്ലാം ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. ഇലയിൽ സുനാമി അടിച്ച പോലെ ഒരു അന്തരീക്ഷം. എല്ലാവരും ഹാപ്പി. രാത്രിയാണ്, ഒരു 9 മണി 9:30 ആയി. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ ഇനിയൊരു മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.